ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. അച്ചാർ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പേർക്കും വായിൽ വെള്ളൂറും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാനും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പല വെറൈറ്റീസ് ഓഫ് അച്ചാർ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഏതാ ചോദിച്ചാൽ കടുമാങ്ങ അച്ചാറാണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു കപ്പോളം ഇഞ്ചി ചെറുങ്ങനെ മുറിച്ചെടുക്കാം. പിന്നെ വേണ്ട ഒരു 7-8 പച്ചമുളക്, കുറച്ച് കരിവേപ്പില. ഇനി കുറച്ച് പൊടികളൊക്കെ ഞാൻ ഇടുമ്പം പറയാൻ എന്തൊക്കെ ഇടുന്നതിന് കേട്ടോ. ഇനി ഒരു പാനിലോട്ട് കപ്പോളം എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അച്ചാറിനൊക്കെ എള്ളെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അച്ചാർ കുറച്ച് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അരിഞ്ഞ പച്ചമുളക്, കുറച്ച് കരിവേപ്പില ഇതിട്ട് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടണം. അപ്പോൾ ഇഞ്ചി പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി 1-2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം കുക്കായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3-4 ടീസ്പൂണോളം മുളക് പൊടി. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ്. നിങ്ങൾക്ക് നോർമൽ ചില്ലി ആണെങ്കിൽ അതിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി, ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ, ഇല്ലേ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് അച്ചാറൊന്ന് ബാലൻസായി കിട്ടും, എരിവും പുളിയും മധുരമൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫൈനലായിട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പോളം വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ചാർ നല്ല രീതിക്ക് തണുത്ത ശേഷം മാത്രം ഒരു കുപ്പിയിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇന്നത്തെ പോലെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. എരിവും മധുരവും പുളിയൊക്കെ ആയിട്ട് എന്തായാലും കിടുവാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.